വെറുതെ അല്ല. പണ്ടൊക്കെ കൊണ്ടതിന്റെ എക്സ്പീരിയൻസ് ഉള്ളതാണല്ലേ? ഇല്ല പൊന്നോ, ഒരു സുഖം തൊഴിലില്ലാത്ത ഒരാളെടുത്തൊക്കെ പോണല്ലേ? ഒരു സുഖം തരും. ഒരു സുഖം തരില്ല. ആർക്ക്? ആ ആളെ കൊണ്ടല്ല, ഇവളെ കൊണ്ട്. അപ്പൊ നാടിവലം കിട്ടി. അവിടെ നല്ല തിരക്കാണ്. നിങ്ങൾ കണ്ടില്ലേ? ഹലോ ഗയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇങ്ങോട്ട് ഇവര് കാണിച്ചു തരാം. എന്താന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തണം. പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞേക്കാം പെണ്ണ് മരം കയറി മാപ്പിള തീക്കൊരിയെന്ന്. പക്ഷെ എല്ലാ മാപ്പിളവരും അങ്ങനല്ല, ഞാനും അങ്ങനെ തന്നെ അല്ല കേട്ടാ. ഏതായാലും ഒരു ഞാൻ മരം കയറും, പക്ഷെ ഇപ്പം ഞാൻ കയറലില്ല. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഈ മരത്തുമ്മ ഒരാൾ കയറിയിട്ടുണ്ട്, ഒരു വനിത, ധീര വനിതയാണ്. ഏതാ വനിത എന്ന് കാണിച്ചു തരാൻ ഇങ്ങോട്ട് വരും അല്ലേ? ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നല്ല അന്തം വിട്ട പരിപാടി. ഏതായാലും പോയി നോക്കുക. നിങ്ങൾ പോയി നോക്കുക. എന്നാ നിങ്ങളും വരിട്ടാ, എല്ലാരും വരി കാണാ നോക്കട്ടാ. ഇങ്ങനെ അങ്ങോട്ട് പോയി നോക്കട്ടാ. ഇവിടെ പറഞ്ഞിട്ട് ഏതോ ഒരു പെണ്ണ് മരത്തുമ്പണ്ട്, മരം കയറിയിരിക്കണല്ലോ. എവിടെ അവിടെ പിടിക്കാൻ ആളുണ്ട്, അറക്കുന്നുണ്ട്. ഇതുണ്ടെങ്കില് കറക്റ്റാ? ഉന്നം കറക്റ്റ് അല്ല, ഉന്നം തെറ്റിക്കണേ. ആ പൊട്ടിയില്ലല്ലോ. ഇനി കറക്റ്റ് പിടിച്ചു കൊടുത്താ നോക്കട്ടെ. ഇതാ അപ്പോ ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം ഉയരാണ്ടിട്ടങ്ങള് ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്നിട്ടാ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരും. അപ്പൊ നമ്മളെ വീട്ടില് മാള് ആറ്റ് നോറ്റുണ്ടാക്കിയ സപ്പോട്ടന്മാരാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള സപ്പോർട്ട്, വലിയ മരമായി, നല്ല കായ്കളുണ്ട്. വൈകുന്നേരം രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, രാത്രി ആയി കഴിഞ്ഞാൽ മനുഷ്യന്മാരാണ് വിചാരിച്ചു സൗണ്ട് കേട്ടാൽ അജ്ജാതി സൗണ്ട് കാരണം. അപ്പൊ ഇതിന് മേലതാ ഒരാളുണ്ട്, അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടാ. എവിടെ കാണാനില്ല, അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട് കേട്ടാ. ആ നിലവിളി ശബ്ദം ഇടൂ. ഈ സപ്പോട്ട മരം ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, പിന്നെ മാളു തൈ കൊടുങ്ങാണ്ട് ഈ ഇതിൻ്റെ എന്താ പറയുക കൃഷി എന്ത് ചെയ്യുന്ന എവിടെ നിന്ന് വാങ്ങിയതാ? വെട്ടി കടയിൽ നിന്ന് വാങ്ങിയാണ്ട്, ചെടിക്കടയിൽ നിന്ന് വാങ്ങിയതാണ്. എവിടെ പാത്രം എവിടെ? ഉന്നം തെറ്റിക്കില്ല കേട്ടാ. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നില്ലേ? അതാണ് ഇന്ത്യൻ പ്രശ്നം. ഞാൻ എത്ര കയറിയണേ? അത് തലന്റെ മേലതാ അല്ല പൊന്നോ. ആ ഇത് വെയിറ്റ് ഇല്ലല്ലോ, തടയെ കുറച്ചില്ല. ഇതാ കറക്റ്റ് അന്റെ അന്റെ തലന്റെ മേലെ കറക്റ്റ് ഒന്ന്. ഇതാ അല്ല 93. എത്ര കൊറേ കിട്ടിയപ്പോ ഇതില് കണ്ടില്ലേ? ഇപ്പൊ അടുത്ത് അറുത്തിട്ടുള്ളൂ. വലുത് നല്ല വലിപ്പണ്ടാ, നോക്കട്ടെ. ഓ മാഷാ അല്ലാഹ്. വാസോട്ടാ ഇണ്ടാ പൊന്നിന് തലക്ക് വരുന്ന നോക്കട്ടെ. പൊന്നോ, മാള് പണ്ടത്തെ കാലത്തൊക്കെ മരത്ത് കയറിയതാ കല്യാണത്തിന് മുമ്പ്. എവിടെ? ആ വെറുതെ അല്ല. പണ്ടൊക്കെ കൊണ്ടതിന്റെ എക്സ്പീരിയൻസ് ഉള്ളതാണല്ലേ? ഇല്ല പൊന്നോ, ഇവിടെ
വീണ് ആ ഒന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് എത്തിയിട്ടുള്ളൂ. ആ അവിടെ അവൻ എടുക്കാം, ഞാൻ നോക്കിക്കൊണ്ട്. അതായത് മക്കളെ, പണ്ടത്തെ കാലത്ത് ഞാൻ മസ്കറ്റിൽ ജോലി ചെയ്യുന്നത് ഏകദേശം ഒരു 10-15 വർഷം മുമ്പാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് അതിനാണ്ട് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അന്നത്തെ കാലത്ത് എന്താ സംഭവം എന്ന് പറയുന്നത്, നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഫോൺ വരില്ല. അപ്പോൾ നമ്മളെ പഴയ അമ്മമാർക്ക്, അമ്മരിപ്പാർക്ക്, വലിയപ്പാർക്കൊന്നും പെണ്ണുങ്ങൾ മരത്തുമ്പോൾ കയറാൻ വലിയ സംഭവമാണല്ലോ. അപ്പോൾ എനിക്കൊരു ദിവസം ഫോൺ വന്നുകൊണ്ട് നേരെ പറഞ്ഞ കംപ്ലൈൻറ്റ് എന്താ പറയുക, നമ്മളെ ഉമ്മ പറഞ്ഞ കേട്ടോ. പാവണം, ഉമ്മാക്ക് അറിയില്ല, ഉമ്മാക്ക് അങ്ങനെ അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ ഉമ്മ പറഞ്ഞ്, എന്താ ഓള് സാധനം എന്നറിയോ, ഓള് മരത്തുമ്മ വരെ കയറിയിരിക്കണേ, അതും ആ കിണറ്റിനോട് ചാരിയിട്ടുള്ള പിലാവുമ്മേ. ഓളൊക്കെ പേടിച്ചണ്ടേ, ഓളെ നിലക്ക് നിർത്തിക്കൊണ്ടിച്ച്. പക്ഷെ അന്നങ്ങനെ പറഞ്ഞെന്നുള്ളൂ. വെച്ചിട്ട് ഉമ്മാക്കൊന്നും ഉണ്ടായിട്ടില്ല. അമ്മ ബേജാറോണാണ്, കാരണം എന്തേലും സംഭവിച്ചാലോ. ഇപ്പോഴും പറഞ്ഞ് ചിരിക്കും അത്. അപ്പൊ അങ്ങനത്തെ കാലം. കിണറിന്റെ മേലാണ് ആ കൊമ്പ്. കാരണം പിലാവിന്റെ ആ കൊമ്പ്, ചക്കുള്ള പിലാവ് കിണറ്റിന്റെ മേലാണ് പോണത്. കിണറ്റിന് നെറ്റോ കാര്യങ്ങളൊന്നുമില്ല. വീണ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും കൂടി ഇല്ല ഞാൻ പറഞ്ഞത്. ഒരിക്ക പിന്നെ വിഷം കുടിച്ചോ പിന്നെ കുടിച്ചൂല അല്ലേ. അപ്പൊ അതേമാതിരി ഒരാളെ നോക്കിക്കണ്ട് ഇല്ല. പടച്ച തമ്പുരാനെ, ഇങ്ങോട്ട് നോക്കാണ് നിങ്ങള്. എനിക്ക് അവിടെ നിന്ന് ആർത്തേക്ക് ആദ്യം വീണാണ് വന്ന് ആ കൈ കിട്ടാൾ അവിടെ കൊണ്ടുപോയി നോക്കാം നമുക്ക്. എങ്ങനെയുണ്ട് കഴിഞ്ഞാ ആളിവിടെ ഉണ്ട്. എന്തായി, എങ്ങനെയുണ്ട് അറക്കൽ കഴിഞ്ഞാ? എന്താ പറയാ, ഇതൊക്കെ ഒരു പ്രത്യേക രസമാണ്. നമ്മളെ വീട്ടിലത്തെ മരത്തമ്മ കയറുക എന്നൊക്കെ പറയുമ്പോഴേ അല്ലേ, നമ്മളിപ്പോഴും വലുതായിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു അടയാളാണ്. പിന്നെ ഇനിയിപ്പോൾ ഇത് കിട്ടൂലല്ലോ, കയറി എടുത്തോളം എങ്ങനെയാലും കയറൂല. 3 മാസം കൂടി ഇനി ഈ മരം ഉണ്ടാവുള്ളൂ. ഓർക്കാൻ പോലും പറ്റണില്ല അല്ലേ, കൊള്ളാൻ പറ്റണിയോ. ടെൻഷനാണ്, ഭയങ്കര ടെൻഷൻ. പിന്നെ എന്താ പറയുക, ഇതുണ്ടല്ലേ ഒരുപാട് ചുള്ളികളുണ്ട് കയറാൻ പറ്റിയ, കണ്ടോ, ഭയങ്കര രസമാണ്. ഞാൻ ഇതേപോലൊരു മരം ഞാൻ അവിടെ നട്ടുപിടിപ്പിച്ചുണ്ടാക്കും. അന്നൊക്കെ ഞാൻ ബേസാവും, എൻ്റെ കുട്ടികൾ കയറിക്കോളും ഇതുപോലെ. പക്ഷെ ഇത് പെട്ടെന്നാണ് വലുതായത്. ഇതിങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇമ്മ മുറ്റത്ത് അടിച്ചു വരും ഇതും അതും ഇതൊക്കെ കൊടുന്നുകാണ്ട് അല്ലേ, ഇമ്മ കല്ലിച്ചിക്കാണ്ടേ അതിൻ്റെ ഉള്ളിൽ ചക്കമടലും അതും ഇതൊക്കെ കൊടുന്ന് നറക്കും. അങ്ങനെ പെട്ടെന്ന് വലുതായതാണത്. പോവാനുള്ളതുകൊണ്ട് അതാണ് ഇത് പോകുന്ന അറിയാം, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഞങ്ങളൊരു വഴിക്ക് പോവാൻ നിൽക്കുകയാണ് കേട്ടാ. അപ്പോൾ എവിടുക്കാൻ നിൽക്കുള്ളത് വയ്യേ പറയാം. അപ്പോൾ ഇൻഷാല്ലാ പോയി തരാം. ഞാൻ ഇറങ്ങുള്ളൂ, എനിക്ക് അവിടെ ഒന്നും കൂടി ഇറക്കാണ്ട് മേലെ, എന്നിട്ട് ഇറങ്ങുള്ളൂ. ഗുളിക മാറി കുടിച്ചാ മരം കയറാത്തോന് ഞാൻ മരം കയറോ എന്റെ മരോട് ചോദിച്ചോണ്ടി, ഞാൻ മരം കയറിയിട്ട് കുടുങ്ങിയതാണ്. മുത്തുവാ, ഇവിടെ കൊറേ തുണിക്കഷ്ണൊക്കെ ഉണ്ട്. അത് പൊന്നു മോളൂട്ടി കളിക്കുന്നതാണ്. അപ്പൊ ഏതായാലും ഇറങ്ങിയിട്ടുണ്ട്. ആ ധീര വനിത ഇതാ മരത്തുമെന്ന് ഇറങ്ങി. പിന്നെ എങ്ങനെയുണ്ട് കയറിയിട്ട്? ഇവിടെ ആ ചെറുതല്ലേ, നല്ല വിളഞ്ഞതിന് ജ്യൂസ് അടിച്ചാലും അതേപോലെ തന്നെയാണ്. അതിനൊന്നുകൂടി തരും, ലാസ്റ്റ് തരാണ്ട്. അപ്പോൾ എത്ര ഉണ്ട് നോക്കുക. എന്നാ വാ. അപ്പം എന്താ ഉണ്ടെങ്കിൽ കൊള്ളൂലട്ടാ. എന്താ കുട്ടിയിലപ്പോ ഇത് ഫുള്ള് തമ്പുരാനെ. അപ്പോൾ മാഷാ അല്ലാഹ്
ഇത് എങ്ങനെച്ചാല് നമ്മളെ ഇറക്കുമ്പോള് അതിന്റെ കൂടെയുള്ള മൂക്കാത്തൊക്കെ വീണുകണേ ഇതൊക്കെ വേർതിരിച്ചണം. നല്ല മൂത്ത വേറെ എല്ലാണ്ട് മൂക്കാത്ത വേറെ. ബാക്കി വിവരങ്ങളായിട്ട് ഇപ്പൊ വരാം. അപ്പം ഞങ്ങൾ ഒരു വഴിക്ക് പോവുകയാണ്. പോണത് എങ്ങണ്ടാന്നുള്ളത് വഴിയെ പറഞ്ഞുതരാം. എൻ്റെ വലിയ വഴി കൂടി പോകുമ്പോ കൊറേ കാട്ടുമൃഗങ്ങളെയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെണ്ടാ? അപ്പൊ ബാബ വണ്ടി എടുക്കണ്ട്. അപ്പൊ ചാർജ് ഒക്കെ എടുത്തിക്കണേ. കൊറേ കാലായിട്ടേ ഇന്നൊരു തെറ്റാണ് പറഞ്ഞ് ഒഴിവാക്കിയതാണ്. ഇനി വരണ്ടാന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത് കേട്ടാ. ഞാൻ ഒരുപാട് കാലം വരണ്ടി എന്ന് പറഞ്ഞാണ്ട് എന്താണ് വേണം നിന്നതാണ്. ഏതായാലും പോയി നോക്കട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ വണ്ടി റെഡിയായി തിരിക്കുന്നു. അപ്പോൾ ഇതാ വണ്ടി എടുത്തു. ഒരു സ്വകം തൊഴിലില്ലാത്ത ഒരാളെടുത്തൊക്കെ പോകണ ഒരു സുഖം തരും. ഒരു സുഖം തരില്ല. ആർക്ക്? ആ ആളെ കൊണ്ടല്ല, ഇവളെ കൊണ്ട് ആട് പോവായിട്ട് നിന്റെ അടുത്ത് വരണ്ടാറിനോണ്ട് ഞാൻ പറഞ്ഞു ഞാൻ സീറടിച്ചിട്ടേ നിങ്ങൾ പോരും വേണ്ടാന്ന്. അപ്പൊ ഇനി ബാവന്നെ ഇറങ്ങി. ഞാൻ തന്നെ നേതൃത്വം കൊടുത്ത് ഞാൻ ഇറങ്ങിയ ബാക്കി ആരും ഇവിടെ ഏൽക്കും. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു സാധനം ഇറക്കാണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയേക്ക് തന്നെ നിങ്ങൾ കണ്ടില്ല. അപ്പൊ ഞാൻ ഇറക്കിയേക്ക് ലാസ്റ്റ് ഇവള് കണ്ട് എന്താ പറയാ വാണം വിട്ട ഇതുമായി കണ്ടാണ് മേലക്കാണ് പോണേ. അപ്പൊ ഏതായാലും അല്ലെന്തില്ല ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമ്മളോട് എത്തിച്ചേറ്റ നല്ലൊരു പാർട്ടിയൊക്കെ കിട്ടട്ടെ. അപ്പോ ഞങ്ങളിതങ്ങനെ രണ്ടത്താണി എത്താനായിട്ടാ. രണ്ടത്താണി എന്താ പറയാ, കൊറേ ആൾക്കാർ ചോദിച്ചിരുന്നു എന്താണ് നാഡിബലം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. അപ്പൊ അത് വാങ്ങാനും വേണ്ടി പോവട്ടെ ഞങ്ങള്. നമ്മളെ രണ്ടത്താണിയുടെ ഒരു അഹങ്കാരം തന്നെയാണ് രണ്ടത്താണി എന്ന് പറഞ്ഞാൽ ഫേമസ് ആ ഒരു നാഡിബലത്തുമ്മലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് എന്താണ് ഈ നാഡിബലം എന്ന് കമന്റ് ഇട്ടീന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിട്ട് ഇതാ കാണിച്ചു തരാം. അതിന്റെ മെയിൻ ഷോപ്പ് തന്നെ കാണിച്ചു തരാം. അതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ്. ഇങ്ങോട്ട് വരും കാണിച്ചു തരാം. പോയോക്കട്ടെട്ടാ. നമ്മുടെ രണ്ടത്താണങ്ങാടി. അതെ, രണ്ടത്താണങ്ങാടി രണ്ട് ഭാഗമായിട്ടുണ്ട്. ആറുവരിപ്പാത വന്നതിന് ശേഷം അതിന്റെ ഒരു സൈഡാണ് ഈ കാണുന്നത്. അതാ കാണുന്നത് നാഡിബലം കണ്ടില്ലേ? അപ്പൊ നമ്മൾ നാഡിബലത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നാഡിബലത്തിന്റെ കട. ഈ വണ്ടി എവിടെയെങ്കിലും സൈഡാക്കി നമ്മള് ബാക്കി കാണിച്ചു. ഇങ്ങനെ വണ്ടി വന്ന് വരി വന്ന് ഇതൊക്കെ അത് വാങ്ങാൻ വന്നവരാണ്. അതെ, ഈ വണ്ടികളൊക്കെ അത് വാങ്ങാൻ വന്നാണ്. ഇങ്ങനെ വന്നുകാണ്ട് ഗൾഫിക്കാണ് മെയിൻ കയറ്റി കൊണ്ടുപോകണം കേട്ടാ. പാർക്ക് ചെയ്യാൻ വലിയ സൗകര്യം ഫുള്ള് ഗൾഫിക്കാണ് കൊണ്ടുപോകണം. എന്താ കാര്യം നിറച്ച് വണ്ടിയാണ്. അപ്പൊ കണ്ടില്ല ലൈൻ സ്റ്റാർ രണ്ടത്താണിയിലെ നാഡിബലം. നമ്മൾ ഷോപ്പിൽ പോവാം. പൊന്നു മുമ്പത്തേ നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കാണ്. അപ്പൊ നാടിവലം കിട്ടി. അവിടെ നല്ല തിരക്കാണ്. നിങ്ങൾ കണ്ടില്ലേ? ഗൾഫ് പോകാനുള്ളവരും അങ്ങനെ ഒരുപാട് ഫാമിലി അവരൊക്കെ നമ്മൾ വീഡിയോ എടുത്തില്ല. പിന്നെ സമയമില്ല. കല്യാണ പാർട്ടിക്ക് അധികം ഓർഡർ ഉണ്ടാവും. എങ്ങനെ അറിയോ, ഈ കല്യാണത്തിന് ഫുഡ് കഴിച്ചിട്ട് മധുരം കൊടുക്കുമല്ലോ. അപ്പൊ അതിന് നല്ല തിരക്കാണ്. ഫുള്ള് എപ്പ വന്നാലും തിരക്കാണ്. ഞങ്ങൾ പോവട്ടെ. എന്താ പാടേ? ഇത് സംഗതി ഞെട്ടിച്ച് കളഞ്ഞിട്ടാ അല്ലേ? എവിടെ വന്നേ പറഞ്ഞിട്ടില്ലല്ലോ. വലിയ പറഞ്ഞില്ല. ഇത് മാളുവിന്റെ ഇത് മാളുവിന്റെ കട്ട ചങ്കാണെന്ന് പറഞ്ഞത്. നമ്മൾ ലൈവിലൊക്കെ എപ്പോഴും പറയും റസീന എന്ന് അവരെ വീട്ടിൽ വന്നാണ്.
അപ്പോൾ അവർ നമ്മളെ ഞെട്ടിച്ചു കൊണ്ടുള്ള ഫുഡൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. മാഷാ അല്ലാ. ഏതായാലും വീടും കാര്യങ്ങളൊക്കെ എടാ ഇതുണ്ടെങ്കിൽ അതിനധികം കഴിക്കണില്ലല്ലോ. ഏതായാലും കുറച്ച് 2 ദിവസം മുമ്പ് അല്ലേ ഇതിനെ ഇത്ര കാലം പ്രതീക്ഷിച്ചില്ല. ഞാന് വൈ ഇറങ്ങുന്നേ വിളിച്ചൂല, വിളിച്ചാതെ സർപ്രൈസ് ആയിട്ട് വരണം ചിട്ടേത്. അപ്പോ വെള്ളം അപ്പോൾ കുറേ ദിവസങ്ങൾ ഓള് വിളിച്ചാൽ തുടങ്ങിയിട്ട് ലാസ്റ്റ് ഞാനും അവിടെ ഇനി പോകണ്ട ഓളും പറഞ്ഞു വരണ്ട. അപ്പോൾ ഈ കോളേജിലാണെങ്കിൽ ഒരാഴ്ച കുറച്ച് നേരത്തെ തന്നെ വരുമോ ഇത് അല്ലേ? അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിന്ന് കേട്ടോ, പറഞ്ഞില്ലേ? അപ്പൊ എന്താ പറയാ, പോന്ന് കട്ട ഫ്രണ്ട് ഇല്ലേ? കട്ടാന്ന് പറയാതിരിക്കല്ലത്. അതെ. അപ്പൊ കൊറേ അവരിങ്ങനെ വിളിക്കലും വിളിച്ച് മടുത്തുകണ ഒരു ദിവസം പാടി ഒരു ദിവസം പക്ഷെ പോവാൻ പറ്റിയ നേരം ഇന്നേരം എങ്ങനെയാലും നമ്മൾ ഒഴിവാവുള്ളൂ. നമ്മള് വൈകുന്നേരം വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും ഇടലും ഒക്കെ കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ. അവന് ബാവ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഉച്ചാവും. കുറച്ച് നേരത്തെ പോയി സ്വസ്ഥതയിൽ ഇരിക്കണം. എനിക്കിപ്പോ ഒരു മനസ്സിക്ക് ഒരു റാഹത്തായിട്ടില്ല. കുറച്ചേരൊക്കെ സംസാരിച്ചിരിക്കണം എന്നുള്ള മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ പിന്നെ രാത്രിയല്ലേ, പിന്നെ അവിടെ ഓള് പാവാണ്. ഇന്ന് പണിക്കാരും ഒക്കെ കൂടി വിരുന്നേരും ഒക്കെ കൂടി കുഴങ്ങിക്കണേ. പിന്നെ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. പോന്ന് പിന്നെ വീഡിയോ കൂടുതൽ അവിടെ നിന്ന് പ്രശ്നമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ എടുത്തിട്ടില്ല. എന്താ വെച്ചാ അത് അവിടെ വേറെയും ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ എടുത്തിട്ടില്ല. ഇനി ഇവിടെ ഒരിക്കൽ പോകണ്ട അപ്പൊ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണാവോ പിന്നെ വലിയ അമ്പായി അവിടെ കേട്ടാ. അപ്പൊ ഞങ്ങളിങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ നല്ല അടിപൊളി ഫുഡൊക്കെ ചെയ്തിട്ടാ, തിന്നാൻ പറ്റി. അത്രക്കും അടിപൊളി ഫുഡ്. പൊന്നൊക്കെ മയങ്ങിക്കണ്. ആ ഈ നാടിവരെ ഇങ്ങനെ നിർബന്ധിച്ച് ഇങ്ങനെ തന്നീന്നല്ലോ. അതിന്റെ എന്തെന്ന് നമ്മളിപ്പോ ഫുഡൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ. ഓള് പ്രതീക്ഷിക്കാതെ എന്താക്കിയല്ലേ. ആ അങ്ങനല്ലേ. ഞാൻ അധികം നിന്നിട്ടില്ല കേട്ടാ. ഇത് നാടിവല അധികം നിന്നിട്ടില്ല. എനിക്ക് ഉള്ളത് കുറച്ചാലും നല്ലപോലെ തിന്നാൻ പറ്റി. പൊന്നൊക്കെ മയങ്ങിക്കണേ. പിന്നെ വേറെന്താ, വീട്ടിൽ കോട്ടെ. ആ വീട്ടിലേക്ക് പോകണം ഇൻഷാ അല്ലാ. പുതിയ വിശേഷങ്ങളായിട്ട് ഇൻഷാ അല്ലാ പിന്നെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ. പൊന്നോണ്ട് ബൈ ബൈ. അപ്പൊ അപ്പൊ മാളിന്റെ കൂട്ടുകാരത്തിന് വീട് ഇങ്ങനെ വരുമ്പോ അതൊരു മൂച്ചിമ്മ നല്ല അടിപൊളി രംഗം കണ്ടിട്ട്, അത് മൂച്ചിയാണ്. മൊത്തത്തില് ബൾബ് കൊടുത്തിട്ടുണ്ടെങ്കില് ഭയങ്കര രസമുണ്ടല്ലേ. നല്ല മരം, വലിയ മരം ഉണ്ടല്ലേ ഞങ്ങള് അതിന് മൊത്തം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുണ്യ റബീന് സ്വാഗതം കേട്ടോ. ഓക്കെ, റോഡ് സൈഡിൽ കണ്ടതാ.